ിലേക്ക് കോഴിക്കോട് പന്നിയങ്കരയിൽ കല്യാണ വീട്ടിൽ സംഘർഷം. ഒരാൾക്ക് കത്തികൊണ്ട് മുറിവേറ്റു. മദ്യത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, ഈ ഒരു കത്തിക്കുത്തിൽ, ഈ ഒരു ഒരാൾക്ക് മർദ്ദനമേറ്റൊരു സംഭവത്തിൽ കൂടുതൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തുടർ നടപടികൾ അന്വേഷണം ആരംഭിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? ദീപ്തി, ഇന്നലെ പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പന്നിയങ്കരയിലെ കല്യാണ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഈ ഒരു സംഘർഷത്തിൽ ഇൻസാഫ് എന്ന ആൾക്ക് മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻസാഫിനെ നമുക്ക് നേരത്തെ പരിചയമുണ്ട്. അതായത് ഇദ്ദേഹമായിരുന്നു കഴിഞ്ഞ കോവിഡ് സമയത്തും അതുപോലെ തന്നെ ഈ നിപ്പയുടെ സമയത്തും എല്ലാം തന്നെ വലിയ രീതിയിൽ സഹായിക്കുകയും അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിനും തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇൻസാഫ് മുൻതൂക്കം നൽകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ മാധ്യമങ്ങളിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയകളിലടക്കം ഇടം നേടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇൻസാഫ്. ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇൻസാഫിനെ നമുക്ക് അറിയാം. അതോടൊപ്പം തന്നെ ചക്കുംകട സ്വദേശി മുബീറാണ് ഇത്തരത്തിൽ മുറിവേൽപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വ്യക്തിവൈരാഗ്യങ്ങളൊന്നും തന്നെ ഈ ഒരു സംഭവത്തിന് പിന്നിലില്ല എന്നുള്ളത് തന്നെയാണ് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. പന്നിയങ്കരയിലെ മറ്റൊരു സുഹൃത്തിൻ്റെ കല്യാണ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മുബീർ എന്ന് പറയുന്ന വ്യക്തി ഒരു ബാർബർ ഷോപ്പ് ഉടമയാണ്. ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻസാഫിനെ പരിക്കേൽപ്പിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഇൻസാഫ് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതി ഈ ഒരു കൃത്യം നടത്തിയതിനു ശേഷം ഓടിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. പന്നിയങ്കര പോലീസ് പ്രതിയെ പിടികൂടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അഭിന, ഈ കുത്തേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? തൃപ്തികരമാണോ? തീർച്ചയായും നിലവിൽ ഈ ഇൻസാഫിനെ മുഖത്താണ് കാര്യമായ രീതിയിൽ പരിക്കേറ്റിട്ടുള്ളത്. ആഴത്തിലുള്ള മുറിവാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പുകളെല്ലാം തന്നെ അറിയിക്കുന്ന ഒരു കാര്യം. ഇന്ന് തന്നെ ആശുപത്രി വിടാം എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു ആശുപത്രി വിട്ടതിന് ശേഷം പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകളും മറ്റ് ഈ സ്ഥലത്ത് പോയി തെളിവെടുപ്പടക്കം ഉണ്ടാകും എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. ദീപ്തി, ശരി, അഭിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.